വർത്തമാനം പറയാതെ പിച്ചില്ലായിരുന്നു എനിക്ക് വീഡിയോ എടുക്കുമ്പോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണിവാവ് വ്ളോഗ്സ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കുകയാണ്. ഞാൻ കുളിച്ചു, നീച്ചു, രാവിലെ നേരത്തെ നീച്ചു. ഞാൻ നീച്ചതല്ല, മമ്മി എന്നെ നീപ്പിച്ചതാണ്. എന്തോ റൂമിൽ എന്തോ ഇങ്ങനെ മെഷർമെന്റ് എടുക്കാൻ എന്തോ വന്നപ്പോൾ എന്നെ അവിടെ നിന്ന് പുറത്താക്കിയതാണ്. അപ്പോൾ ഞാൻ നീച്ച് കുളിച്ചു. എന്തായാലും ഇപ്പം ഇനി കിടക്കണ്ട വിചാരിച്ചു. പക്ഷെ 1 മണിക്കൂറിൻ്റെ ഉറക്കം പോയി. സാരില്ല, നമുക്ക് ഉച്ചയ്ക്ക് ഉറങ്ങി തീർക്കാം. ഞാൻ കുളിച്ചു, സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടായിരിക്കണം. ഇപ്പം നീച്ചിട്ടുള്ളൂ ഗൈസ്. ചോദിച്ചു. അതൊന്നുമില്ല ഗൈസ്, ഞാൻ നേരത്തെ നീറ്റ് കണ്ടില്ല. ഞാൻ സ്കിൻ കെയർ ഒക്കെ ചെയ്തു. അതിപ്പോ നീച്ച് മോൻ കഴുകി സ്കിൻ കെയർ കഴിച്ചോ, മാനിഫെസ്റ്റ് ചെയ്തോ? ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ അതൊക്കെ ചെയ്തിട്ടിരിക്കണം. ഇനി എനിക്ക് കടന്നുറങ്ങാം, സുഖം. ഇനി എന്താ കടന്നുറങ്ങാം? ഇനി ഒരു പണിയില്ല കുട്ടിക്ക്. എനിക്ക് അങ്ങനെയല്ല, പണിയുണ്ട്. അതാണ് നേരത്തെ നീക്കണം. ഉച്ചക്ക് നീച്ചൊന്നും കാര്യങ്ങൾ നടക്കില്ല. പക്ഷെ എന്താ അവൾക്ക് അതിന് ശേഷം പണിയില്ല. പക്ഷെ നമ്മുടെ മന്മഥൻ അങ്ങനെയല്ല, ഉച്ചക്കേ എണീക്കുള്ളൂ. ഇപ്പൊ 11:45. മന്മഥൻ വിളിക്കുന്നറിയോ ഏട്ടനെ? ഏട്ടൻ താടിയൊക്കെ എടുത്തോണ്ട് മീശ മാത്രം വെച്ചപ്പോ പണ്ടത്തെ ഈ എന്തായാലും പേര് എനിക്ക് ഇഷ്ടപ്പെട്ടോണ്ടാ ഞാൻ വിളിക്കുന്നത്, അല്ലാണ്ട് പറഞ്ഞു. പണ്ടത്തെ ഈ ഹീറോസ് ഉണ്ടാവില്ലേ, അപ്പൊ അവരുടെ ഒരു ലുക്ക്. അപ്പൊ മന്മഥൻ ഈ അതിലൊക്കെ ഒരു ലുക്ക് ഇല്ല, ആ ഒരു ലുക്ക്. അതുകൊണ്ട് ഞങ്ങള് മന്മഥൻ എന്ന് വിളിക്കുന്നത്. ഇപ്പൊ 11:45 ഉണ്ണി നീച്ചു. പക്ഷെ ഏട്ടൻ 1:30 കഴിയേണ്ട ആൾ നീക്കില്ല. അതില് മന്മഥന്റെ സമയത്ത് നീച്ചതായിട്ട് നമ്മുടെ രഞ്ജുമോൾ വന്നിട്ടുണ്ട്. രഞ്ജുമോളിനെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. കാരണം മമ്മി ഇന്ന് എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോ ഫുഡ്? മമ്മി ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. മമ്മി ഇന്നാണെങ്കിൽ വീടൊക്കെ മമ്മി വലിച്ചു വാരി ഇട്ടിട്ട് ആകെ മെസ്സായിട്ടിരിക്കുകയാണ്. ഡീപ്പ് ക്ലീനിങ്ങിന്റെ ദിവസമാണ്. എനിക്കാണെങ്കിൽ എന്റെ കറക്റ്റ് സമയത്ത് നീച്ചില്ലെങ്കിൽ എനിക്ക് കുറച്ച് നേരത്തെ നീച്ചാൽ തുമ്മൽ വരും. അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ഗൈസ്. എനിക്ക് ഒന്നില്ലെങ്കിൽ രാവിലെ നേരത്തെ നീച്ചാൽ തുമ്മൽ വരും, അല്ലെങ്കിൽ എൻ്റെ ഉറക്കം ശരിയാവുകൊണ്ട് നീച്ചാൽ പിന്നെ എന്തേലും ഒന്ന് തുമ്മി തുടങ്ങി പിന്നെ ഞാൻ തുമ്മിക്കൊണ്ടേ ഇരിക്കും. അപ്പം എൻ്റെ ഉറക്കം ശരിയായില്ലെങ്കിൽ ഞാൻ തുമ്മും. അപ്പം എനിക്ക് അലർജി ഉള്ളതാണ്. അപ്പോൾ എന്തായാലും ഇതൊക്കെ മമ്മി എന്തൊക്കെയോ വലിച്ചു വരിട്ടിരിക്കും. ഇതൊക്കെ എവിടെ നിന്നാണ് വന്നത് ദൈവത്തിനറിയാം. പിന്നെ ഉണ്ടോ അവിടെയൊക്കെ ജനല് കാര്യങ്ങളൊക്കെ തുടയ്ക്കാനും അങ്ങനെ കിട്ടിക്കാണ്. ഈ റൂം ഇങ്ങനെ കിടക്കണത് ഇതൊക്കെ ഉണ്ണിയുടെ പണിയാണ്. ഉണ്ണിയാണ് ഇങ്ങനെ ആക്കിയത്. അപ്പം എന്തായാലും എല്ലാം ക്ലീൻ ചെയ്ത് ഇനി വീട് എങ്ങനെ കിടക്കാം ഞാൻ എല്ലാം വൃത്തിയാക്കിയിട്ട് വീട് കാണിച്ചു തരും. ഉണ്ണി ഇതവിടെ ഇവിടെ ചപ്പാത്തിക്ക് രാത്രിക്കുള്ള ചപ്പാത്തിയുടെ ഈ സാധനം മേടിച്ചു ഇപ്പോ. ഓക്കെ, ഇതൊക്കെ ഇവിടെ നാളെ. അതെ, എനിക്ക് രഞ്ജി ചേച്ചി എടുത്തു വെച്ചത് അത്ര നാളികേര വെള്ളം. ഓക്കെ, ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ചക്ക കഴിക്കാൻ ഇഷ്ടം. ഓക്കെ, ഉപ്മാവ്, പഴം, എഗ്ഗ് ഞാൻ ഉച്ചയ്ക്ക് കഴിക്കാറുള്ളൂ. നമ്മുടെ മന്മഥന്റെ ഉണ്ണിയുടെ എൻ്റെ എഗ്ഗ് കയ്യിലുണ്ട്. ഏട്ടന് എത്ര പേരല്ലേ, ആൾക്കാർക്ക് കൺഫ്യൂഷൻ ആവും. ഉണ്ണിച്ചക്കൻ, കിച്ചു, പിന്നെന്തായിരുന്നു ആദ്യം എന്താ വിളിച്ചിരുന്നു? കിരൺ. എല്ലാ ഏട്ടന്റെ പേരാണ്. ഏട്ടന്റെ മമ്മി ഉണ്ണിച്ചക്കാന്ന് വിളിക്കും, ഞങ്ങള് കിച്ചു എന്ന് വിളിക്കും. ഏട്ടന്റെ ഒറിജിനൽ നെയിം കിരൺ. പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് മന്മഥൻ. പിന്നെ ഫസ്റ്റ് വിളിക്കും. ഹലോ ഗൈസ്, അപ്പൊ ഞാൻ തുണി ഇടാൻ വന്നതാണ്. അപ്പം എന്തായാലും വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ട് ഞാൻ വീണ്ടും താഴേക്ക് പോയി ഈ ട്രൈപ്പോഡൊക്കെ എടുത്തിട്ട് വന്നു ഗൈസ്. വലിയ ചൂടാണ്. ഇവിടെയൊക്കെ തുണി ഉണ്ട് കേട്ടോ, തുണി ഉണക്കാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എന്താ വേർത്തേക്ക് നോക്കുന്ന സ്കിൻ കെയർ ചെയ്താൽ ഞാൻ വേർക്കും. മിക്കവരും ഇങ്ങനെ വേർക്കുണ്ടാവും. പിന്നെ വെയിലും ചൂടും ഒക്കെ പാടെ. ഇവിടെ കുറച്ച് നമ്മുടെ നല്ല തുണികൾ തിരുമ്പാനുണ്ട്. പിന്നെ ഇവിടെ നമ്മളുടെ തുണികൾ ഇടാനുണ്ട് കേട്ടോ ഗൈസ്. നല്ല തുണികളെന്ന് ഉദ്ദേശിച്ചത് നമ്മൾ ന്യൂ ക്ലോത്ത്സ് പുറത്തേക്കൊക്കെ ഇടുന്ന ഡ്രസ്സാണ് കേട്ടോ. അത് നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇടാറില്ല, നമ്മൾ കൈകൊണ്ട് തിരുമ്പാനിട്ട് ചെയ്യാറ്. ബാക്കിയൊക്കെ നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇടും, നമ്മൾ ഡെയിലി വെയർ ക്ലോത്ത്സ് ഒക്കെ കേട്ടോ. എടുത്തു ഗൈസ് ഞാൻ. ഗൈസ്, ഇനി ഇവിടെ കുറച്ച് തുണികൾ എടുക്കാനുണ്ട്. കഴിക്കോട്ടെ ഗൈസ്, ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. അന്നൊരു ദിവസമല്ലേ മമ്മി ഹോസ്പിറ്റലിൽ കിടക്കുന്നു, ഞാൻ ആ ക്യാമറയില്ലേ ആ ക്യാമറയുടെ ഫ്രണ്ടിൽ പോയിട്ടപ്പോൾ
എന്നുവെച്ചാൽ ആ ക്യാമറയിൽ ഇത്ര ദൂരത്തുള്ളതല്ലേ കാണും, കാരണം പുറത്തേക്കുള്ളതല്ലേ. ഞാൻ ഇവിടെ കയറിയിട്ട് അതിൻ്റെ ഫ്രണ്ടിലേക്ക് പോയിട്ട് ഇങ്ങനെ മമ്മിക്ക് മെസ്സേജ് കൊടുത്തു. നോട്ടിഫിക്കേഷൻ വരും എന്തെങ്കിലും മൂമെന്റ്സ് ഉണ്ടെങ്കിൽ. അപ്പോൾ പെട്ടെന്ന് എൻ്റെ മുഖം ഉള്ള ഒരു നോട്ടിഫിക്കേഷൻ പോയി. പക്ഷെ മമ്മി കണ്ടിട്ടില്ല. ഞാൻ മമ്മീനെ പേടിപ്പിക്കാന്ന് വിചാരിച്ചായിരുന്നു. പിന്നെ ഞാൻ തന്നെ അയച്ചു കൊടുക്കേണ്ടി വന്നു. സാഡ്. അപ്പോൾ ഇവിടെ കുറച്ച് തുണികൾ മടക്കാനുണ്ട്. അത് ഇപ്പം തന്നെ മടക്കി കഴിയും. പിന്നെ ഇവിടെ കുറച്ച് അത്യാവശ്യം ക്ലീനിങ് ഒക്കെ ഉണ്ട്. കുറച്ച് വലിച്ചുവാരിയിട്ട് ക്ലീൻ ചെയ്യാനുള്ള ഒരു പരിപാടിയാണ്. പിന്നെ അതാ ഇവിടെ റൂം ഇങ്ങനെ കിടക്കുന്നത്. ബെഡ്ഷീറ്റ് വിരിച്ചിടണം. ഇവിടെ വിരിച്ചിട്ടുണ്ടായിരുന്ന ബെഡ്ഷീറ്റ് മമ്മി ഇന്ന് വന്ന് എടുത്തു കേട്ടോ. പിന്നെ അതാ എൻ്റെ റെക്കോർഡ് ഞാൻ എഴുതുന്നുണ്ടായിരുന്നു ഇവിടെ, അത് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ അതൊക്കെ ഉണ്ണി എടുത്ത് മുകളിൽ നിന്ന് താഴേക്ക് എടുത്തതായിരുന്നു കേട്ടോ, എന്തോ ആവശ്യത്തിന്. അപ്പോൾ ഇതൊക്കെ ഏട്ടനെ കൊണ്ട് മുകളിലേക്ക് എടുത്ത് വെക്കണം, എനിക്ക് പറ്റുന്നില്ല. പിന്നെ അതിൻ്റെ മുകളിൽ അങ്ങനെ പൊടിയാണ്. ഞാൻ എന്തെങ്കിലും എടുത്ത് വയ്ക്കാൻ പോയി അങ്ങനെ അലർജി ബാധിക്കും എനിക്ക്. അപ്പോൾ എന്തായാലും ബായ്. നല്ല രസമുണ്ട് ഇങ്ങനെ കാണാൻ. ആ കുട്ടികളുണ്ടാവും അവിടെ. ഹലോ ഗൈസ്, അപ്പം ഞാനൊന്ന് ഉറങ്ങി നീച്ചായിരുന്നു. ഞാൻ ഉറങ്ങി നീക്കുമ്പോഴേക്കും ഇവർ വീട് മറച്ചിട്ടിരിക്കുന്നു. ബക്കറ്റ് നിങ്ങൾ കാര്യമാക്കേണ്ട, ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ട് വെച്ചിരിക്കുന്നതാണ്. വീട് ഇവരെന്താ കാട്ടി വെച്ചിരിക്കുന്നത് കാണിച്ചു തരാം. അവിടെ നിന്ന് എന്തെങ്കിലും എറിയുന്നുണ്ട് കേട്ടോ, കണ്ടോ? ഇവിടെ എല്ലാം താഴെ ഇട്ടിരിക്കുകയാണ്. പിന്നെ ഇതൊക്കെ നമ്മുടെ ഇങ്ങനെ പ്രൊമോഷനും പിന്നെ ഓരോ സാധനങ്ങൾ വന്നതും അങ്ങനെയൊക്കെ എല്ലാ പെട്ടികളൊക്കെ എടുത്ത് താഴേക്ക് ഇട്ടിരിക്കുകയാണ് കേട്ടോ. കണ്ടോ? ക്ലീനിങ് ആണ്. എല്ലാം എടുത്തിന് ഉള്ളിലേക്ക് വരും, ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട്. ഇതൊരു സാധനം വന്നിട്ടുണ്ട്. ഇതെന്താന്ന് ഗസ് ചെയ്യൂ. എന്താന്ന് നിങ്ങൾ ഗസ് ചെയ്യൂ ഗൈസ്. ഇതാണ് ജോളോ ചിപ്പ്. നമ്മളില്ലേ പണ്ടൊരു എന്നുവെച്ചാൽ കുറേ മുന്നേ ഇതൊരു ചലഞ്ച് ചെയ്യാൻ മേടിച്ചതാണ്. ഇത് എപ്പോഴാണ് മേടിച്ചതെന്ന് അറിയില്ല. ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റില്ല. അതിന് കാര്യം നമുക്ക് ഓർമ്മയില്ല കേട്ടോ. പിന്നെ ആർക്കും അതിനുള്ളൊരു ധൈര്യം ഇല്ല. നമ്മൾ പിന്നെ ചെയ്യാൻ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ജോളോ ചിപ്പിൻ്റെ സമയമൊക്കെ കഴിഞ്ഞു, എന്നാലും നമ്മൾ കുറച്ച് മുന്നേ തന്നെ ആയിട്ട് ചെയ്തായിരുന്നു കേട്ടോ. പിന്നെ എന്തായാലും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളിത് ചെയ്യും. ഏട്ടനൊക്കെ ഉണ്ടല്ലോ, ഏട്ടനെ കൊടുക്കുക. ഏട്ടന് ആരെയൊക്കെ ആയിട്ട് ചെയ്യാം. അല്ലെങ്കിൽ നമ്മളിത് കളയും ഗൈസ്. ഇതിപ്പോൾ ഞാൻ ഒന്ന് പൊളിച്ച് നോക്കട്ടെ ഗൈസ്. ഇവിടെയാണ് ഈ റൂമാണെങ്കിൽ ഇങ്ങനെ ആയിട്ടോ കിടക്കണേ. ഇത്രയും മെസ്സായിട്ട് കിടക്കുന്നത് എന്തൊക്കെയാണ് തെറിയുണ്ട് മമ്മി. ഓക്കെ, ഇതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യും. ഇനി നിങ്ങൾ ശരിക്കും ഈ റൂമിൽ ഇങ്ങനെ എന്താ പുറത്തേക്ക് ഇത്രയൊക്കെ ഇടാന്നൊക്കെ വിചാരിക്കുന്നുണ്ടോ? അവിടെയൊക്കെ ഉണ്ട്. കാരണം എന്താ ഉണ്ട് മമ്മി ഒന്ന് മാറിക്കേ, മമ്മിനെ കാണിക്കണ്ടെന്നാ പറഞ്ഞിരിക്കണേ. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ഉള്ളിലൊക്കെ കുറേ സാധനങ്ങൾ ഉണ്ടാവും. അതൊക്കെ നമ്മൾ വലിച്ചു വാരി ഇടുമ്പോൾ എന്നിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം ഉള്ളിലേക്ക് വെക്കുമ്പോൾ വൃത്തി. അതെ, നമ്മൾ ഇന്നും വൃത്തിയാക്കണം. നമ്മുടെ എപ്പോഴേലും നമ്മുടെ വീട് എത്ര തന്നെ വൃത്തിയിൽ വെച്ചാലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിട്ട് കൂടും, വലുതാവും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കണം. അത് നമുക്കിതൊന്ന് പൊളിച്ചു നോക്കാം. ഇതെന്താന്ന് അറിയില്ലേ? ജോളോ ചിപ്പ്. ഇത് നമ്മള് വീഡിയോയിലൊക്കെ കണ്ടിട്ടോ. എന്തെങ്ങനെ ഇവിടെ കണ്ടതൊക്കെ പ്രമോഷന്റെ സാധനങ്ങള്, വൃത്തിയാക്കണം. ബാഗ് സാധനങ്ങള് ഒക്കെ ഉണ്ട്. ഇതൊക്കെ ആവശ്യമുള്ളതൊക്കെ എടുത്തിട്ട് ആവശ്യമില്ലാത്തൊക്കെ കുറേ പ്രൊഡക്റ്റുകളുണ്ട്. കുറേ ആകുമ്പോഴാണ് കേട്ടോ ഒന്ന് വൃത്തിയാക്കുക. അപ്പോൾ എന്തായാലും വൃത്തിയാക്കാം. നമ്മുടെ ലക്ക് മമ്മി അടുത്ത മാസം വരെ ഉണ്ട്. 2025 6 പറയുമ്പോ ജൂണല്ലേ? എന്താ കാണിക്കുന്നത്? ഇവിടെ ഇത് 2025 ജൂൺ വരെ ഉണ്ട് ഗൈസ്. മമ്മി ഇത് കഴിക്കാൻ സമ്മതിക്കില്ലാന്ന് തോന്നുന്നു. കാരണം എത്ര ഇത് കാണുമ്പോഴും പേടിയുണ്ട്. Unleash the heat, taste the hottest chocolate. നമുക്ക് ഇത് പിന്നെ ഇത് നമ്മുടെ ഇത് കഴിച്ചു നോക്കും. നമ്മുടെ കയ്യിൽ കുറേ ഐസ് വാട്ടർ വേണം, ഐസ്ക്രീം വേണം എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം ഇല്ലെങ്കിൽ എരിഞ്ഞ് ഭയങ്കര പ്രശ്നമാകും. വേണമെങ്കിൽ ഒരു ഉറപ്പ് ഗുളിക എടുക്കാം. എരിഞ്ഞ് ഇതാവുകയാണെങ്കിൽ അങ്ങോട്ട് ഉറങ്ങിക്കിടക്കാമല്ലോ. എൻ്റെ ഒരു ഐഡിയ അതെനക്ക് ഒന്ന് ഹെൽപ്പ് ചെയ്തൂടെ? ഇവിടെ ഇത്രയും പേര് എങ്ങനെയാ പണി ചെയ്യുമ്പോ? അതെ, ഞാൻ കണ്ടു. ഞാൻ നീച്ച് വരുമ്പോ തൊട്ട് അവിടെ ഇരുന്നിട്ട് ഇതുവരെ നീച്ചിട്ടില്ല. നീ എപ്പോഴാണ് നീച്ചത്? 9:30 ഞാൻ നീച്ചത്. 9:45. ഇതെന്താ? പണിയെടുക്കുന്ന കാലുകൾ, പണിയെടുക്കുന്ന കൈകൾ, പണിയെടുക്കുന്ന മുഖം. ശരി ശരി. മമ്മി ഓർഡർ ചെയ്തതാണ്.
കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്തത് അൺബോക്സ് ചെയ്യാണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കറിയില്ല, നോക്കി നോക്ക്. അതൊന്നും ചെയ്യില്ലേ. ചവിട്ടി മേടിക്കുക, കത്തൻ മേടിക്കുക, ഹോൾസിക്കർ മേടിക്കുക, 2 വർഷമായി മേടിച്ചു വെച്ചിട്ട്. ഒന്നാണത് ഞാൻ പുറത്ത് പോകും. ഒന്നാണോ എന്താ നോട്ടിക്കളി കളിക്കാനോ? നമ്മൾ പണ്ടിങ്ങനെ കളിക്കില്ലേ? വള്ളിയിൽ ചളിയാക്കല്ലേ. ഇത് ഞാൻ മോളിലേക്ക് വാങ്ങിച്ചതാ. നല്ല സുഖം. ഇതില് കിടക്കാൻ ഈ സുഖമായിട്ട് ഇങ്ങനെ. അതേപോലെ തന്നെ കവറിലിട്ട് വെക്ക്. എല്ലാം ക്ലീൻ ചെയ്ത് എന്നിട്ട് മമ്മി സ്റ്റിച്ച് ചെയ്തതാ. ക്ലീൻ ചെയ്തൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചു. മണ്ണ് വെള്ളയിലൊന്നും ചളിയാക്കണ്ട. കിടക്കാൻ നല്ല സുഖം. നല്ല ഭംഗിയുണ്ട് അല്ലേ? ഞാൻ ഓരോന്ന് എക്സൈറ്റ് ആയിട്ട് ഞാനും വലുതാന്ന് വിചാരിച്ചു. പക്ഷെ ഇത് പെട്ടെന്ന് പോകുമ്പോഴും കാര്യങ്ങളൊക്കെ നമുക്ക് അന്ന് പ്രമോഷനായിട്ട് കുറേ സാധനങ്ങൾ കിട്ടിയതാണ്. നമ്മളതൊന്നും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് എടുത്ത് പുറത്തിട്ടത് ആവശ്യമുള്ളതൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ കുറേ സാധനങ്ങൾ യൂസ് ആയിട്ടുണ്ട്. പ്രത്യേകം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഈ സാധനം ഉണ്ണിയുടെയാണ്. ഇത് കൊണ്ടു കൊടുക്കാം കേട്ടോ. ഇത് കണ്ടു കഴിഞ്ഞാൽ അവളുടെ റിയാക്ഷൻ നോക്കി ഞാനത് കളയെന്ന് പറഞ്ഞു. ഇത് ചെറിയ കുട്ടികൾ കളിക്കുന്ന സാധനമാണ്. ഞാനിപ്പോൾ ഒരു കാര്യം കാണിച്ചു തരാം കേട്ടോ. എല്ലാവരും ഇവിടെ കാണിക്കണ അംഗം ചെറുതൊന്നും അല്ല കേട്ടോ. ഈ ചെറുക്കനും ഈ പെണ്ണും. ഉണ്ണി ഇത് വേണ്ടല്ലോ. കണ്ട ഇപ്പോഴും അവിടെ അത് എപ്പോഴും നമ്മൾ ഗുരുവായൂർ പോയപ്പോൾ വാങ്ങിച്ചതാ കേട്ടോ. ഗുരുവായൂർ പോയപ്പോൾ വാങ്ങിച്ചതാ. എന്റെ ഷോർട്സ് ഞാൻ എന്താ കൊള്ളാം. അത് പുറത്തു പോയിട്ട് കാറ്റുന്നുണ്ടോ? പുറത്തു പോയി കറക്റ്റ് എടുത്തേക്കിട്ടാ. നല്ലൊരു കൂട്ടുമുട്ടിയിട്ടുണ്ട്. ഇതിൽ രണ്ടിനും നാണല്ലേ? കുട്ടിയെ തല്ലി ചാവും കേട്ടോ. നാണം എന്ന് പറഞ്ഞ രണ്ടെണ്ണത്തിനും ഇല്ല. ഏകദേശമൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞു കേട്ടോ. ഇനിയൊന്ന് തുടയ്ക്കണം. കുറച്ചുള്ള സാധനങ്ങൾ ഒന്നേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ ഉണ്ണി ജിമ്മിന് വന്നിക്കുമായിരുന്നു. ഇവരാണെങ്കിൽ ഏട്ടനാണെങ്കിൽ ഈ താടീനൊക്കെ എന്തൊക്കെയോ പിടിച്ച് കാട്ടിയിട്ട് റെഡിയാക്കാൻ പോയിരിക്കുക കേട്ടോ. വെറുതെ ഒരു ആവശ്യമില്ല, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. വെറുതെ അവനെ മുടിയും താടിയും എന്തേലൊക്കെ ഒപ്പിക്കണ്ടാ നോക്കട്ടെ. തിരിയേട്ടാ ഒരു കോളും ഇല്ല. അപ്പൊ ഫോൺ അടിച്ച് കാണിക്കട്ടെ. വാ നോണ പറയടി. ഇവിടെ വന്നതിന് ശേഷം ആ ഫോൺ റിങ് ചെയ്യണ നമ്മള് കേട്ടില്ല. ഇപ്പൊ എവിടെ നിന്നാണ് അവ കോള്? ചിലപ്പോ പറയാൻ പറ്റില്ല. ശരിക്കും കോളുണ്ടാവും. ഇല്ല മമ്മി ബൈ. ഓ അത് തിരിച്ചു കാണിക്കട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടുത്തെ അംഗങ്ങൾക്ക് കഴിഞ്ഞു. ഞാനും മമ്മി മാത്രമേ ഉള്ളൂ. ഒരു വട്ടം ഏട്ടൻ എങ്ങനെയാന്ന് അറിയോ പ്ലാൻ? ഹെൽമെറ്റ് ഇടാണ്ട് പോവും എങ്ങടേലും. എന്നിട്ട് മേന്ന് വിളിക്കും. അതെ, എന്നൊന്നും പിടിച്ചിട്ടില്ലേ പറയില്ല. കാരണം ഞാൻ ഹെൽമെറ്റ് ഇട്ടാ പോവാറില്ലേ മമ്മി. എന്നാലും കയറമ്പാറ വരെയാണ് പറഞ്ഞിട്ടാട്ടോ പോണത്. എന്നാ അവിടുന്ന് പിടിച്ചാലോ? ആ എന്നാലും പോവാള്. എന്നിട്ട് മേന്ന് വിളിക്കും. അതെ. പിന്നെ എനിക്കാണെങ്കിൽ വയറുവേദന വരുന്നത് പോലെ ഉണ്ട്. അപ്പം ഞാൻ പേടിച്ചിട്ടിരിക്കുകയാണ്. ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ബൈ ഗൈസ്. അപ്പം നമ്മൾ മമ്മിക്ക് കഷായം കൊടുക്കേണ്ട ടൈമായി. എന്നോട് കഷായം എടുത്തിട്ട് വരാൻ പറഞ്ഞു. ഏട്ടാ അതൊന്ന് കൊണ്ടു കൊടുക്കുവോ? ശർക്കര എവിടറാ? അങ്ങനത്തെ ഒരു ബ്ലർ. ആളവിടെ ഇരുന്ന് ചേച്ചിമാരെ വിളിക്കാൻ തുടങ്ങിയിട്ട് രാവിലെ തുടങ്ങി കഴിഞ്ഞോ? ആരിനെ വിളിക്കണപ്പോ? വിജയ ചേച്ചിയാണോ? ഓക്കെ. ഞാൻ നേരത്തെ വല്യമ്മമാരായിരുന്നു. ഇപ്പൊ അത് വായിലിട്ടുണ്ട് തോന്നുന്നു. വെറുതെ കത്തിരി എടുത്തിട്ട് പോയി വെട്ടിരിക്കുക ഒരു സൈഡ്.
അങ്ങനെ കുടിക്കാൻ പാടില്ല. ഞാൻ വരട്ടെ. നമ്മൾ ഈ ഞാൻ കൊണ്ടു തരില്ല ഇനി. ഞാൻ കുടിക്കണേ എടുക്കുക. 100 രൂപ. ശർക്കര എടുക്ക്. മമ്മി സുന്ദരി ഉണ്ടല്ലോ. ഏതാ ഡ്രസ്? ഈ കാലത്തെ ഡ്രസ്സൊന്നും ഇങ്ങനെ ആക്ക്. ഏതാ? ഒരു ടോപ്പ് നല്ല രസമുണ്ട് കാണാൻ. ക്യൂട്ട് പ്രിട്ടി. നീ ഇങ്ങനെ നടന്നോ? ഫിറ്റായി ഇത്ര കഷായം കുടിച്ചിട്ടേ. അതെ, നമ്മളൊന്ന് കണ്ട മൈൻഡേ ചെയ്യില്ല. എന്നിട്ട് അവിടെ പോയി ഒറ്റയ്ക്ക് ഇരിക്കുക. ഫുള്ള് ടീംസ് ആണ്. രാവിലെ തുടങ്ങിയ ചേച്ചിമാരും കസിൻസും എല്ലാരും വിളിച്ചിട്ട് ഫുൾ ടീംസ്. എന്നിട്ട് ആരും ഇല്ല അത്ര. ആ, നമ്മളത് പോയി നമ്മളെ കാട്ടി വിടും. നമ്മളെ കണ്ട കടിച്ചു കീറാൻ വരും. അങ്ങനത്തെ സ്വഭാവമാണ്. എന്നിട്ട് ഒറ്റയ്ക്ക് പോയിരിക്കണം. ആ, അങ്ങനെയാണ്. ഇപ്പൊ നോക്കിയോട്ടെ, ഞാൻ മമ്മീനെ കാണാണ്ട് വീഡിയോ ആണ് ഇതിന് മമ്മടുത്തേക്ക് പോവാട്ടോ. ഇരുട്ടത്തായിരിക്കണം, എന്നാലും തെളിച്ചമായിട്ടായിരിക്കണേ. എന്താ? ഓ, ഓക്കെ ഗൈസ്. അപ്പൊ എന്തായാലും എനിക്കൊരു സുഖമില്ല. എനിക്ക് എന്തൊക്കെയോ കഴിക്കാൻ തോന്നുക. ഇവിടെയാണെങ്കിൽ വണ്ടി ഇല്ല. എനിക്ക് ഹേസൽനട്ട് കുനാഫ വേണം. കുനാഫ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ ഓർഡർ ചെയ്തില്ലേ, സൂപ്പർ. നമ്മുടെ ഇവിടെ അടുത്തൊരു കഫേ പോലെ ഒരു സംഭവം എന്തോ വന്നിട്ടുണ്ട്. അതൊന്നല്ല, എനിക്ക് ചോക്ലേറ്റ് ഇങ്ങനെ ഒഴുകണ പോലെ കഴിക്കാൻ തോന്നുന്നത്. ആ, അത് മമ്മി ഉണ്ടാക്കിക്കോ, കഴിക്കും. ആ, ഉണ്ടാക്കി തന്നോ? എന്നാ വൈക്കുമ്പോ ഉണ്ടാക്കി തന്നാ മതി. എനിക്കിപ്പോ ഹേസലിനട്ട് കുനാഫ് മേടിച്ചിട്ട് അവര് കയറുമ്പാറൊക്കെയാണെങ്കിൽ കൊണ്ടുവന്നേരാ പറഞ്ഞു. മേടിച്ചരുവോ? ഇന്നിപ്പോ ഓർഡർ ചെയ്ത് നോക്കട്ടെ. ഇന്നിപ്പോ ഓർഡർ ചെയ്. സ്മൂച്ചോലാ, സ്മൂച്ചോ തന്നെ പറയത്തോന്നു. ഗൈസ്, അപ്പൊ എനിക്ക് വിശക്കുന്നുണ്ട്. സോ ഞാൻ ഒരു ജ്യൂസ് അടിച്ചു കുടിക്കട്ടെ. എത്ര നേരം ഞാൻ നേരത്തെ ഒക്കെ പാൽ നോക്കിയപ്പോ കണ്ടില്ല. ഇപ്പൊ ഇവിടെ ഇരിക്കണു പാൽ. അപ്പൊ ഞാനൊരു ജ്യൂസ് അടിച്ചു കുടിക്കട്ടെ. നമുക്ക് നമ്മുടെ ബഡിയെ വിളിക്കാം, വീഡിയോ എടുത്തരാൻ. ബഡി, വീഡിയോ എടുത്തരാൻ വരൂ. അടുക്കളേക്ക് വരൂ, പണിയുണ്ട്. വരൂ മന്മത. എത്ര പേരല്ലേ. ജ്യൂസ് ഞാൻ കുടിച്ചിട്ട് ബാക്കി ഉണ്ടെങ്കിൽ തരാൻ. ആള് സീനാണ്. ആള് കാരണം ഞാൻ കൂടി ജ്യൂസ് കുടിക്കുന്നില്ല. എന്റെ ജ്യൂസ് കൂടി ഉണ്ണി അടിച്ചിട്ട് ഏട്ടന് കൊടുക്കുക. ശരി, എന്നാ ഞാൻ ഓക്കെ. ആ, തരാ. എന്നാ ശരി, കുടിച്ചോട്ടെ വിചാരിച്ചാൽ ഞാൻ ജ്യൂസ് അടിക്കുമ്പോഴും ആൾക്ക് വേണം, ഉണ്ണി ജ്യൂസ് അടിക്കുമ്പോഴും വേണം. സീനാണേ. ഇനി ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണം. ഞാൻ എപ്പോഴും ഞാൻ വീഡിയോ എടുക്കുമ്പോൾ പറയും തോന്നുന്നു അല്ലേ, കാരണം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ വെള്ളം കുടിക്കാറുണ്ട്. ഗുഡ് ഗേൾ. നമ്മൾ ജ്യൂസ് അടിക്കാൻ പോണം. സോ നമുക്ക് ബനാന നമുക്ക് ആകെ അവൈലബിൾ ആയിട്ടുള്ളത് ബോയിൽഡ് ബനാനയാണ്. അടുത്തൊക്കെ കാണില്ലേ ബനാന? കണ്ടോ? ഇപ്പൊ ബനാന കാണുന്നുണ്ട്. ആ, അപ്പൊ നമ്മള് ബോയിൽഡ് ബനാനേ ഉള്ളൂ. കാരണം നമ്മുടെ രഞ്ജുമോൾ അറിയാതെ പുഴുങ്ങിപ്പോയി. ഒക്കെ ഉപ്മാവായിരുന്നു. അപ്പൊ എല്ലാം പുഴുങ്ങി വെച്ചു. അപ്പൊ എനിക്ക് ജ്യൂസ് അടിക്കാൻ എന്തോ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാതെ അങ്ങനെ ഈ വിശപ്പുണ്ട്. ബോയിൽഡ് ബനാന ജ്യൂസ് അടിക്കുമ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഞാൻ ഷെയർ ചെയ്യാം. വെയിറ്റ് സെക്കൻഡ്. നമുക്ക് ആദ്യം മമ്മി വീഡിയോ ഉണ്ടെന്ന് ചീത്ത അറിയാം. ഞാനൊരു വർത്തനം പറയാറില്ലേ നോക്കാറുണ്ട്. ഞാനൊരു വർത്തനം പറയാതെ പിച്ചിലാണ് എനിക്ക് വീഡിയോ എടുക്കുമ്പോ പറ്റില്ലേ. നമ്മളാദ്യം എനിക്ക് തരുമോ? ആലോചിക്ക, വീഡിയോ എടുത്തന്നല്ലേ. ഒരു
എന്താ ആൾക്ക് ഇനി കുറച്ച് കഴിഞ്ഞാൽ ഉണ്ണി ജ്യൂസ് അടിക്കും അതിന്ന് കിട്ടും. ആകട്ടെ. ഓക്കെ, നമ്മള് ബനാന ഉണ്ട് ഇതില്. അത് നമ്മൾ ബനാന ഇത് എത്രത്തോളം നന്നായിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. അന്നൊരു ഇതേപോലെ അടിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ നമ്മൾ പിന്നെ നേരെ കാണുന്നില്ല ഏട്ടാ, ജ്യൂസ് നേരെ കാണുന്നില്ലേ? ജ്യൂസ് അടിച്ചില്ലല്ലോ. കിച്ചൺ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വൃത്തിയുണ്ടോ? ഓ എല്ലാം സൂപ്പർ മമ്മിയെ ചീത്ത പറയും. വേർക്കുന്നുണ്ട്, ഒരു ഫാൻ കൂടി വേണം. ബാക്കിയെല്ലാം കറക്റ്റാണ്. ഈ പഴത്തിന് എന്തോ ഒരു ഭാഗം മാത്രം ഭയങ്കര കല്ല് പോലെ. എന്താ കേടാണോ? അത് പഴുക്കാത്ത പഴം വേവിച്ച പോലെയാ, അത് അതിന്റെയാ. കേടല്ലല്ലോ, പഴുക്കന്നെ. ഞാൻ പുഴുങ്ങിയ പഴം കഴിക്കുമ്പോഴേ നടുവത്തെ ബ്ലാക്ക് സാധനം കഴിക്കില്ല. മമ്മി കഴിക്കാറില്ല, അപ്പൊ ഞാനും കഴിക്കില്ല. മമ്മി അത് കുഞ്ഞുങ്ങൾ കഴിക്കുന്നതാണ്, ദഹിക്കില്ല എന്ന് പറഞ്ഞിട്ട് കഴിക്കില്ല. അത് കുഞ്ഞു കുട്ടികൾക്ക് അത് കൊടുക്കില്ല. എന്താ കുഞ്ഞു കുട്ടികൾക്ക് അത് കൊടുക്കില്ല, ദഹിക്കില്ല എന്ന് പറഞ്ഞിട്ട് മമ്മി കഴിക്കില്ല, ഞാനും കഴിക്കാറില്ല. നമ്മൾ ബനാന ഇട്ടു. പിന്നെ നമുക്ക് വേണ്ടത് പീനട്ട് ബട്ടർ ആണ്. പിന്നെ നമുക്ക് ഓട്സും വേണം. ഓട്സ് നമ്മുടെ ഫ്രിഡ്ജിനകത്താണുള്ളത്. ക്യോക്കർ ഓട്സ് കണ്ടില്ലേ? ക്യോക്കർ ഓട്സ് എന്തോ അതാ വീഡിയോ ഓൺ ചെയ്തിട്ടില്ല. നോണ പറയല്ലേ? ആയം തൊട്ട് കാണിക്കുന്നു. ടെൻഷൻ പണ്ടാതെടാ പറയാണില്ലേ? ആയം തൊട്ട് പറയുന്നൂടെ, പഴം തൊലിച്ചിടും ഒന്നൂടെ. കാണിക്ക്. നമുക്ക് സ്പൂൺ എടുക്കാൻ എനിക്ക് മടി വന്നു. എന്താ Bad guy. Bad. Very bad. എത്ര സ്പൂൺ ഇടണം? ഇത് ശരിക്കും പാത്രത്തിലേക്ക് ആയിരുന്നു. ആ പാത്രം കാണുന്നില്ല guys. അയ്യോ, വലിയ സ്പൂണാണ്. നമുക്ക് ഒരു 3 ടീസ്പൂൺ ആണ് വേണ്ടത്. ഒരു സ്പൂണാ എനിക്ക് ആഡ് ചെയ്യതില്. ആ, ഇനി നമ്മൾ പാലൊഴിക്കണം. പാലുള്ളത് മൊത്തം പൊയ്ക്കണ്ട. അല്ല, പീനട്ട് ബട്ടർ ഇല്ലേ? നട്ട്സ് ഇടണമൊന്നുമില്ല. ഇവിടെ എന്റെ പൊടിന്റെ ബോക്സേ. സോ ആദ്യം പീനട്ട് ബട്ടർ എടുക്കണമായിരുന്നു. കുറച്ചിട്ടോ. എന്താ ഉണ്ണിടല്ലേ? എന്റെ ഉണ്ണിക്ക് വേറെ ആ, എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് മേമാക്കി വെച്ചതാ. നമുക്ക് ഒരു സ്പൂൺ ഇടാം. നമുക്ക് തരുന്നത് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. മതി മതി മതി, നിന്റെ അടുത്ത്. ഇവന് ഇടയ്ക്കിടയ്ക്ക് തെറ്റിപ്പോവാ ഗൈസ്. കൊടുക്കില്ലായിരുന്നപ്പോ ഇപ്പൊ ലാസ്റ്റ് പറയാൻ കൊടുക്കില്ല. അതല്ലത് പിന്നെ വീഡിയോ എടുത്ത് കിട്ടില്ല എനിക്ക്. ഇതൊക്കെ കഴിഞ്ഞു, ടേട്ടേന്ന് കഴിഞ്ഞു. ജ്യൂസ് അടിക്കാൻ എനിക്ക് മടിയില്ല. പാല് കത്തനം വേണം. നമുക്ക് ഈ പാലങ്ങ് കുടിക്കാം. പൊടി ഇടുന്നില്ലേ? എന്ത് പൊടിയാതോ? ആ, എന്തിനാ പാടോ ഊതിക്കളഞ്ഞു? ഇതിന് കൊറേ പാലുണ്ടല്ലോ. കുറച്ച് ഒത്തിരി എടുക്കണ്ട, കുറച്ചിട്ടാ മതി. ഇത് മതിയോ? ഉണ്ണി എന്നാ പടകില്ലേ? അതെന്റെയാണ് കുട്ടി. ശരിയാ, പറഞ്ഞിട്ട് കാര്യമില്ല. ഏട്ടനിവിടെ നമ്മളെ പോലെ ഓരോ കാര്യങ്ങൾ വേറെ വേറെ ഉണ്ട്. സാധനങ്ങൾ ഏട്ടൻ വിളിച്ചല്ലേ കുറച്ച് കൊടുക്കേണ്ടിട്ടാ. ഇത് നമ്മൾ പാല് കൂടുതലുള്ളതുകൊണ്ടാട്ടോ. പാലിന് അതൊക്കെ മതി. ഇത് കുറച്ചിട്ടോ? എനിക്കിടാനില്ല. ഓക്കെ, ഇതൊന്ന് കാണിക്കൂ. അപ്പൊ ഇതൊന്നും ഇടുന്ന കാണിച്ചില്ലയോ? ഇത്ര പാലുള്ള കറക്റ്റ് ഒരു ഇത്രയും കൂടി കുറഞ്ഞിട്ടാണ് ഇതിൽ കാണുക. പാല് അത്ര ഉണ്ടായിരുന്നില്ല, കുറച്ച് കുറവായിരിക്കും പാല്. മോളിൽ പിടിച്ചിട്ട് ഓണാക്ക്. പാല് ഭയങ്കര പാല് ഭയങ്കര വെള്ളം പോലെ. അത്ര പാല് വെച്ചിട്ട് പിന്നെ കുറച്ച് പാലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അതുകൊണ്ട് ഞാൻ മൊത്തം ഒഴിച്ചു. 2 ഗ്ലാസ് എടുക്കട്ടെ. ഒരു ഗ്ലാസ് മതി. നമുക്ക് ഒരു ഗ്ലാസ്സിലുള്ളതേ ഉള്ളൂ. ബാക്കി പാലായിട്ട് ജാറിൽ ഒഴിക്കാം.
ഏട്ടന് തരാ അത് കഴുകി വെച്ചാണ് ഇപ്പോ. ഗൈസ് നമ്മുടെ ജ്യൂസ് എന്താ കട്ടി കട്ടിയുടെ എന്തെങ്കിലും ഉണ്ട് കണ്ടോ, ഒരെണ്ണത്തിനുള്ള വഴിയുള്ളതുണ്ട്. ഞാൻ കുടിച്ച് കാണിച്ചു കൊടുക്കട്ടെ. എന്നിട്ട് കുടിച്ചിട്ട് അതൊക്കെ ഒന്നുകൂടെ കഴിക്കാൻ. കുഴപ്പമില്ല ഗൈസ്, ടേസ്റ്റ് ഉണ്ട്. പുഴുങ്ങിയ പഴത്തിന്റെ ടേസ്റ്റ് വരുന്ന ഞാൻ വിചാരിച്ചു, പക്ഷെ ഇല്ല. മതി മതി നിർത്ത്. ഗൈസ് നമുക്കൊരു കാര്യം ചെയ്തില്ല, അടിയിൽ പഴം അരിഞ്ഞിട്ടില്ല, നമുക്കൊന്ന് ജസ്റ്റ് അടിയാം. അതാണ് വീണുണ്ടായിരുന്നതേ. നമുക്കൊന്നും കൂടി അരിക്കാം. കാരണം വെള്ളം പോലെ ആയി, അതാണ് അങ്ങനെ ഇത്. അതും കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്യും. അതുകൊണ്ട് മതി അത്രയൊക്കെ മതി എനിക്ക്. ഇവര് ജ്യൂസ് അടിക്കല് രാത്രി, അന്ന് എന്നെ കടത്തി ഉറങ്ങിയിട്ട് ഒരു ജ്യൂസ് അടിച്ചു കുടിക്കും. ഇപ്പോഴാണ് ഹാപ്പി ആയത്. ബൈ ഗൈസ്. കാർഡ്സ് കളിക്കുകയായിരുന്നു. ഓക്കെ, ഇതെൻ്റെ മാനിഫെസ്റ്റിംഗ് ബുക്കാണ് ഗൈസ്, വലിയ ബുക്ക്. മന്മഥൻ്റെ കുടിക്കലുണ്ടോ? ഓക്കെ ഗൈസ്, കുറച്ച് കഴിഞ്ഞാൽ ഉണ്ണി വരും. ജിമ്മിൽ പോയിക്കാണ് കേട്ടോ ഉണ്ണി. ഇതാ ഉണ്ണി വരുമ്പോൾ ജ്യൂസ് കുടിക്കാത്ത പോലെ അഭിനയിക്കില്ലേ? ഓക്കെ ഗൈസ്, ബൈ. ഗൈസ്, ഇത് നമ്മൾ കുറച്ച് മുന്നേ നിറച്ച് വെച്ചതാണ്. ഇതിന് നമുക്ക് ശരിക്കും ഗുൽഫിയൊക്കെ ഉണ്ടാക്കാം, ബട്ട് നമ്മൾ ഇതിൽ ഐസാണ് ഉണ്ടാക്കി കഴിക്കുന്നത്. എന്നിട്ടൊരു ബ്ലർ. ഓക്കെ, അപ്പൊ ഇതിങ്ങനെ ഇതെന്തിങ്ങനെയൊക്കെ ഇരിക്കണ്? ഇത്ര വെള്ളം വെച്ചിട്ടുള്ളോ? ഓക്കെ ഗൈസ്, ബൈ. വാവ്, ഏറ്റവും രാത്രിയായി തുടങ്ങും ഗൈസ്. ഞങ്ങൾക്ക് ചിരിച്ച് വയ്യാതെയായി. അപ്പം ഞാൻ മമ്മിടത്തേക്ക് ഓടി വന്നു, രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ മമ്മിടത്തേക്ക് ഓടി വന്നു കേട്ടോ. ഹലോ ഗൈസ്, അപ്പോൾ ഞാനും മമ്മിയും കൂടി ഇവിടെ നിൽക്കുകയാണ്. അപ്പം എന്തായാലും വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. മമ്മിക്ക് എന്താണ് തല എനിക്കുണ്ടോ? എന്ത് ഇത്ര പ്രൗഡായിട്ട് പറയണ്? ഓക്കെ ഗൈസ്, അപ്പം എന്തായാലും ബൈ. മമ്മി ഇവിടെ ബുക്കൊക്കെ പിടിച്ചിട്ട് ഞങ്ങൾ പഠിക്കുക അല്ലേ, മാനിഫെസ്റ്റ് ചെയ്യാണ്. അവിടെ പിടിക്കട്ടെ, ആ സൈഡിൽ നിന്ന് വിളിച്ചതാ. ഇവളെ വെറുതെ വന്ന ആളാവുക. എന്നിട്ട് തലവേദന വരുമ്പോ തലവേദന വരുമ്പോഴേക്കും ഉണ്ടായിരുന്നു കഴിക്കില്ല കേട്ടോ. അയ്യോന് അങ്ങനെ ഞരുമ്പൊക്കെ അങ്ങനെ വേദനിക്കുമ്പോഴേക്കും ഇങ്ങനെ വലിയ സൗണ്ടിൽ ഇങ്ങനെ സംസാരിക്കാനൊന്നും പറ്റില്ല. ഞാനിങ്ങനെ ഡൗൺ ആവും. ഞാനിവിടെ എവിടെ ഇല്ല, 5 മണിക്ക് ഞാൻ വന്നിരുന്നതാ. എത്ര മണിക്കാ മമ്മി ഇവിടെ വന്നിരുന്നു? ഒരു ചലഞ്ച് തരട്ടെ? ഇല്ല, ഇവിടെ എത്ര മണിക്ക് വന്നിരുന്നു? എനിക്കറിയില്ല. മമ്മി 6 മണിക്കൊക്കെ വന്നിരുന്നതാണ്. പറയാതെ പോവാറ്. പുറത്തേക്ക് വരണമെങ്കിൽ അവരോട് പറയണം, ഞാൻ വന്നിരിക്കുക. ഒരു 6 മണിക്കാ തോന്നുന്നത്, 5:30 അറിയില്ല. അപ്പോൾ വന്നിരുന്നത്. അപ്പോൾ സമയം എത്രയാ അറിയോ? സമയം 9 മണി. 9 മണി. ഇതുവരെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കും. ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടോ? ഇവർ പറയും ഞാൻ ഇവരെ ഒഴിവാക്കാന്ന്. ഞാനെന്തിനാ ഇവരെ ഒഴിവാക്കണത്? ഞാൻ എന്ത് വിഷമം പറഞ്ഞാലും ഇവരെന്നെ മൈൻഡ് ചെയ്യാറില്ല. അപ്പോൾ ഇവരിങ്ങനെ ഓടും. ഞാൻ എന്തിനാ ഒഴിവാക്കണം? ഞാൻ എന്നെ ഒഴിവാക്കണം. നമുക്ക് ചലഞ്ച് തരട്ടെ? അതിലൊരു മുളക് പൊടിച്ചിട്ട് വന്നാൽ കഴിക്കുമോ? തലവേദന അവിടെ ജോളജിപ്പോ അവിടെ ഇരിക്കുന്നുണ്ട്. മുളകിന്റെ ഒരു കുറവും കൂടിയുള്ളൂ. നമ്മുടെ പപ്പ കണ്ടോ? ബൈ പറയൂ. ബൈ ബൈ. മമ്മിയുടെ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഗൈസ്. നല്ല രസമുണ്ട് അല്ലേ? ഇത് എവിടെയാ മമ്മി ഡ്രസ്സ്? നല്ല ഭംഗി. സിമ്പിളായിട്ട് ഇടാൻ വേണ്ടിട്ട് തുണി എടുത്ത് അടിച്ചതാണോ? അന്നാ തുണി എടുത്തതാ? എനിക്കൊന്ന് അടിച്ചൊരു ഡ്രസ്. ഈ ഡ്രസ് നാളെ തന്നെ എടുത്തിട്ടോ പോയിട്ട്. തുണില്ലേ? 2 മീറ്റർ എടുത്തുള്ളൂ. നല്ല ഭംഗി, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഒരു എന്താ പറയാ ഇതിനെ, നല്ല രസമുണ്ട്. ബൈ. ഓക്കെ ബൈ. മമ്മി പപ്പ
ഒരാണിട്ട് ബൈ. ഏയ് ഇത് കടന്നോ? ഗേറ്റ് അടിക്കണ്ടേ? പകലെങ്കിലും അടിച്ചിട്ട് രാത്രി അങ്ങോട്ട് തുറന്നടാ. മതിയോ? കയറിപ്പോ, വിളിക്ക് പോ. ഈ ക്യാമറ ഇങ്ങനെ ആടുന്നത് ഞാൻ ഊനാലാടണോണ്ട് കേട്ടോ. ഇതാണ് നട്ടപ്പിരാന്ത്. ഇവരുടെ ആട്ടം കാണിച്ചു തരാം. ഹലോ ഗൈസ്, അപ്പം നമ്മുടെ ഉണ്ണിയേട്ടനും കൂടി സിനിമയ്ക്ക് പോകാൻ നിൽക്കുവാണ്. നീ എന്ത് കഴിക്കണേ? അല്ല കയ്യില് ബന്നാണോ? കള്ളി. കേട്ടനെ കാണിച്ചത് നമ്മുടെ മന്മഥൻ അവിടെ റെഡി ആവുന്നുണ്ട്. മന്മഥ റെഡി ആവുകയാണോ? എന്താ മീശിന്റെ അടി എടുത്തിട്ട് കാട്ടിക്കണേ? ആൾക്ക് പിന്നെ എപ്പോഴും ഇങ്ങനെ നടക്കാനാണ് ഇഷ്ടം. അപ്പൊ എന്താ വാക്കുട്ടീനെ കൊണ്ടാവത്ത്? അവർക്ക് പീരീഡ്സ് ആവും എന്ന് പറഞ്ഞിട്ട് അവൾ തന്നെ ബുക്ക് ചെയ്യണ്ടെന്ന് പറഞ്ഞു. അപ്പൊ വാക്കുട്ടിക്ക് പോകാൻ പറ്റില്ല കേട്ടോ. വാക്കുട്ടി ചെറുതായിട്ടൊരു വയറുവേദനയൊക്കെ ഉണ്ട്, പീരീഡ്സിന്റെ ഒരു ഇതൊക്കെ ഉണ്ട്. അതുകൊണ്ട് വാക്കുട്ടി പോകണില്ല. അതുകൊണ്ട് ഇവന്മാർ രണ്ടും കൂടി പോകണ്ടേ? അല്ലെ ഇവന്മാരല്ലേ? ഓ എന്താ അവന്റെ വാവാ. നോക്കിപ്പോട്ടാ. അവന് പിന്നെ ഒന്നും പറയൊന്നും വേണ്ടല്ലോ, അവന് സിനിമ കണ്ടാ മതിയല്ലോ. ശരി നോക്കി പോട്ടാ. ഹെൽമെറ്റ് വെക്കി. അവന് ഉണ്ണി അമ്മച്ചന് അവൻ അന്ന് അത്രയും ചീത്ത പറഞ്ഞിട്ട് വന്ന് കയറി പറിക്കുമ്പോ ഹെൽമെറ്റ് ഇല്ലാതെ മരിക്കും. അമ്മച്ചത് അങ്ങോട്ട് അറിയണം. അമ്മച്ചൻ മണ്ടയിൽ മസാല ഇല്ലാത്തവനെ വിളിക്കും. ഏയ് നല്ല കുട്ടിയായിട്ട് ഹെൽമെറ്റ് വെച്ചിട്ട് ഗേറ്റ് അടക്കി. ഉണ്ണി എനിക്ക് തലവേദന, ഡോർ തുറന്നു തരാൻ പറ്റില്ല. പാവേനെ വിളിച്ചാ മതി. ശരി. തലവേദന വന്ന ഫേസ് മത്തങ്ങ പോലെ ആവും കണ്ടോ? തലവേദന ഇങ്ങനെ വരുന്നുണ്ട്. ഇത് എവിടെ നിന്നാണാവോ ഇങ്ങനെ വണ്ടി വിളിച്ച് വരുന്നത് കറക്റ്റായിട്ട്. ഇന്നലെ വന്നു കേട്ടോ. ഇന്നലെ വന്നപ്പോൾ ഞാൻ കുറച്ചിങ്ങനെ ബാമൊക്കെ തേച്ചപ്പോൾ എനിക്ക് മാറ്റം ഉണ്ടായിരുന്നു. അതങ്ങനെ മാറി. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ കുറേ നേരമായിട്ട് അവിടെ പോയിട്ട് ഇരിക്കുകയെന്ന്. അവിടെ പോയിട്ട് ഇരിക്കുമ്പോൾ ഇങ്ങനെ തലവേദന വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കോങ്കണ്ണുള്ള പോലെ നോക്കുന്നത്. അവിടെ പോയിട്ട് ഇരിക്കുമ്പോൾ ഇങ്ങനെ തലവേദന വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഞാൻ വിചാരിച്ചു ശരി ബാം എന്ത് വെച്ചാൽ മാറുന്നുള്ളത്. പക്ഷെ അത് മാറുന്ന തലവേദനയല്ല. കാരണം നല്ലോണം ഉണ്ട് കേട്ടോ. ഇനി വേഗം ഭക്ഷണം കഴിച്ചിട്ട്, ഇതെന്താ കണ്ണ് ഇങ്ങോട്ട് തന്നെ വരുന്നത്? ഇനി വേഗം ഭക്ഷണം കഴിച്ചിട്ട് ഗുളി കഴിക്കണം. ഗുളി കഴിച്ച് കഴിഞ്ഞാലാണ് പിറ്റേ ദിവസത്തിന് പണി കിട്ടുക. അതാണ്. അപ്പോൾ എന്തായാലും കഴിക്കട്ടെ. പാകുട്ടി എന്തൊക്കെയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടൊക്കെ എനിക്ക് നല്ല മാറ്റമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പെയിനും ശരീരത്തിൻ്റെ പെയിനും ഒക്കെ. ഇനിയിപ്പോൾ അടുത്ത മാസം കൂടിയൊക്കെ പോയി ചെയ്യുമ്പോൾ ചെയ്ത് അങ്ങനെ ശരിയാവും. പക്ഷേ അപ്പോഴത്തേന് 1.5 വെച്ച് ഈ തലവേദന വന്ന് എന്താ ചെയ്യുക? തലവേദനയ്ക്ക് ഓരോ ട്രീറ്റ്മെൻറ്റ് എടുത്തിരുന്നു, മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഓടി മാറാൻ വേണ്ടിയിട്ട് കുറേ നാളായില്ലേ ഇത്. അപ്പോൾ അതുകൊണ്ട് ഓടി അങ്ങോട്ട് മാറില്ലല്ലോ. അതും കൂടി അങ്ങോട്ട് മാറി കിട്ടിയാൽ വലിയ പ്രശ്നമില്ലാണ്ട് അങ്ങോട്ട് ഇതാക്കാം. പക്ഷെ മാറണില്ല. അങ്ങനെ ബാക്കുട്ടിക്ക് ഇപ്പോൾ അവർ പോകുമ്പോൾ പോകണമെന്നുണ്ട്. അവൾക്ക് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തൊക്കെ ഇതായി. അവള് അവിടെ പോയിട്ട് കഴിഞ്ഞ വട്ടം വയറുവേദനയൊക്കെ വന്നിട്ട് ബുദ്ധിമുട്ടായി എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം പോകാൻ പേടിച്ചിട്ട് അവൾ പോയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ശരി, ഞാൻ വേഗം പോയിട്ട് മരുന്ന് കഴിച്ചിട്ട് കിടക്കാൻ നോക്കട്ടെ. എല്ലാവർക്കും ഗുഡ് നൈറ്റ് കേട്ടോ. നമ്മൾ 3 മൺചട്ടി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. മൺചട്ടി കണ്ട കമന്നടിച്ച് വീഴും ഞാൻ അവിടെ. അത്രയും ഇഷ്ടമാട്ടോ മൺചട്ടി. ഇവിടെ നമ്മുടെ അടുത്ത് തന്നെ പാലപ്പുറത്ത് നിന്ന് തന്നെ കൊണ്ടുവന്നതാണ് കേട്ടോ. നല്ല ചട്ടിയോളാണ്. ഇനി ഇടയ്ക്കൊക്കെ ഇങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നല്ല ചട്ടിയോളം.